ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സുസ്മിതയും രാഘവൻ നായരുടെ സഹോദരനും ഇരുന്ന് സംസാരിക്കുകയാണ്. രോഹിത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രബോസും വരുന്നുണ്ട്. ചന്ദ്രബോസ് വന്നിട്ട് പറയുന്നുണ്ട്, രോഹിത്തിനെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. ഇനിയും പഴയ പോലെ ആ ബിസിനസ് ഒന്നും നടക്കത്തില്ല, അവൻ അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, സത്യമ്മയുടെ വീട് രോഹിത്തിന്റെ പേരിലാണുള്ളതെന്ന്. ഒരു മുദ്രക്കടലാസിലെ റവന്യൂ സ്റ്റാമ്പിന്റെ ഉറപ്പ് മാത്രമേ ഉള്ളൂ തിരിച്ചു തരാമെന്നുള്ളത്. അവൻ നേരെ തിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറയാണ്. അവനെ നമ്മൾ ഇറക്കാൻ വേണ്ടി സഹായിച്ചില്ലെങ്കിൽ അവൻ നമുക്കെതിരെ തിരിയും, അത് വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയാണ്. എന്തായാലും നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിഷ്ണു സത്യാമ്മയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയാണ്. പൈസ പോയ കാര്യമെല്ലാം പോലീസുകാരോട് പറയുന്നുണ്ട്. പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്താമെന്നൊക്കെ പറയുന്നു. വിഷ്ണു സത്യാമ്മയും അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, രോഹിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, കള്ളമദ്യം ഉണ്ടാക്കി വിറ്റിട്ടല്ലേ പോലീസ് പിടിച്ചത്, നിന്റെ കയ്യിൽ അതിന് മാത്രം പൈസയുണ്ടോ ജാമ്യം എടുക്കാനെന്നൊക്കെ പറയാണ്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് സത്യാമ്മ അകത്തേക്ക് പോകുന്നു. സത്യാമ്മ രോഹിത്തിനോട് ദേഷ്യപ്പെടുകയാണ്. രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ ചെയ്തതിന്റെ ഫലമാണ് നീ അനുഭവിക്കാൻ പോകുന്നതെന്ന്. ഇതുകൊണ്ടൊന്നും തീരത്തില്ല, നീ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറയാണ്. നീ അത്രയ്ക്ക് ക്രൂരമായ ചതിയാണ് ഞങ്ങളോട് ചെയ്തത്, ഒരിക്കലും അതെനിക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചാലും മറക്കത്തില്ല, അത്രയ്ക്കും ആ ശാപം നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. രോഹിത്തിനെ സത്യാമ്മ ശരിക്കും ശപിച്ചിട്ട് പോവുകയാണ്. സത്യാമ്മ പോയതിനു ശേഷം ശ്യാമ രോഹിത്തിനോട് പറയുന്നുണ്ട്, സത്യാമ്മ ശപിച്ചിട്ടാണ് പോയിരിക്കുന്നത്, അവർക്ക് അത്രമാത്രം വേദനയുണ്ടെന്നൊക്കെ പറയുന്നു. രോഹിത്തിന്റെ കൂടെ ഉപഗ്രഹങ്ങളായിട്ട് കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ, ഒന്നിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എല്ലാവരും കൂടെ രോഹിത്തിനെ ഉപയോഗിക്കുകയായിരുന്നു സത്യാമ്മയ്ക്കെതിരെ എന്നൊക്കെ പറയാണ്. ഇനിയെങ്കിലും രോഹിത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ, എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കി ജാമ്യത്തിൽ ഇറക്കാൻ നോക്കാം, പിന്നീട് രോഹിത്തിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടാകരുത്, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് നൂറിന്റെ വീട്ടിലേക്ക് നസീർ വരികയാണ്. നൂർജഹാന്റെ അച്ഛൻ നസീറിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് രാഘവൻ നായരുടെ വീട്ടിലെ പൈസ എടുത്തത്, അത് ഉടനെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണമെന്ന് പറയുന്നു. നീയാണ് അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് കൊണ്ടുവെക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. നസീർ അപ്പോൾ പറയുന്നുണ്ട്, വല്ലവർക്കും വേണ്ടിയാണോ അമ്മാവൻ സംസാരിക്കുന്നതെന്ന്, അത് ശരിയാകത്തില്ലെന്നൊക്കെ പറയാണ്. നൂറിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, നീ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുമെന്നൊക്കെ, പിന്നീട് നീ നാണം കെട്ടു പോകുമെന്നൊക്കെ പറയുന്നു. നസീറിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നസീർ നൂറിന്റെ അച്ഛനെ പിടിച്ചു തള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തല പോയി ഇടിച്ച് തല പൊട്ടി ചോര വരുന്നുണ്ട്. നൂറാണെങ്കിൽ ബാപ്പച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. ആ സമയത്ത് നസീർ നൂറിനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നിന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന്. നൂറിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, നീ അവളെ ഒന്നും ചെയ്യരുത്, ഞാൻ നീ പറയുന്നത് പോലെയൊക്കെ കേട്ടോളാമെന്നൊക്കെ പറയുന്നു. നസീർ അപ്പോൾ പറയുന്നുണ്ട്, ബാത്റൂമിൽ പോയപ്പോൾ കാല് തട്ടി വീണതാണെന്ന് മാത്രമേ ആൾക്കാർ അറിയാവൂ, എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നസീർ അവിടെ നിന്നും പോകുന്നുണ്ട്. നസീർ പോയതിന് ശേഷം നൂറിന്റെ അച്ഛൻ നൂറിനോട് പറയുന്നുണ്ട്, അവനെ സൂക്ഷിക്കണം, അവൻ ദുഷ്ടനാണെന്നൊക്കെ പറയുന്നു. ഇത്രയും കാലം ഇവൻ നല്ലവനാണെന്ന് കരുതിയാണല്ലോ ഞാൻ ഓരോന്ന് പറഞ്ഞതെന്നൊക്കെ പറയാണ്. നൂറ് അപ്പോൾ ആശുപത്രിയിൽ പോകാമെന്നൊക്കെ പറയുന്നു. ബാപ്പച്ചി അപ്പോൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ബോധം മറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശാലിനിയും കുട്ടികളുമാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. ശാരദാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓട്ടോയിലല്ലേ പോയത്, വിഷ്ണു എന്തിയെന്ന് ചോദിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.